ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ന്യൂ ഇയർ ഗിഫ്റ്റിൻ്റെ നമ്മുടെ സെലക്ഷൻ കോൺട്രാക്റ്റ് ഉണ്ട്. അത് വെച്ച് നമ്മൾ പ്ലെയർ എടുക്കും. അതിന് മുമ്പ് ബാക്കി പ്ലെയേഴ്സിൻ്റെ ഒരു റിവ്യൂ നോക്കുന്നുണ്ട്. ആദ്യം റയലിൻ്റെ സെൻറ്റർ ബാക്കായ ഡി ന്യൂസിൻ്റെ ബിൽഡപ്പ് കാർഡ് നോക്കുകയാണെങ്കിൽ 195 ഹൈറ്റും 20 വയസ്സുള്ള ഒരു കാർഡാണ്. 195 ഹൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഏരിയൽ ബോളുകളുടെ കാര്യങ്ങളൊക്കെ വിൻ ചെയ്യാൻ ആവശ്യമുള്ള ഹൈറ്റും ഫിസിക്കൽ അഡ്വാൻറ്റേജും ഒക്കെ ഈ കാർഡിനുണ്ട്. നല്ല രീതിയിൽ ഡിഫൻസ് സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ള കാർഡാണിത്. ഈ കാർഡിൻ്റെ നെഗറ്റീവ് പറയുകയാണെങ്കിൽ സ്പീഡ് അത്യാവശ്യം കുറവാണ്. എങ്ങനെ കസ്റ്റം പ്രോഗ്രഷൻ ചെയ്താലും സ്പീഡിൻ്റെ കാര്യത്തിൽ കുറച്ച് കുറവ് തന്നെയാണ് ഈ കാർഡ്. ഈ കാർഡിന് വന്നിരിക്കുന്ന സ്പെഷ്യൽ സ്കില്ല് വിഷണറി പാസ് ആണ്. അതിനു പകരം ഡിഫൻസിന് സപ്പോർട്ടാക്കുന്ന ഒരു സ്കില്ല് കൊടുത്തിരുന്നെങ്കിൽ ഈ കാർഡ് കുറച്ചും കൂടി നന്നായേനെ. നല്ല രീതിയിൽ എയറിൽ ബോളൊക്കെ വിൻ ചെയ്യണം, നല്ല രീതിയിൽ ഫിസിക്കലായി കളിക്കണം, ക്രോസുകളൊക്കെ തടഞ്ഞിടണം. അങ്ങനെയുള്ള ഒരു ഡിഫൻഡറെയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഈ ഒരു കാർഡ് നിങ്ങൾ കണ്ണും പൂട്ടിയെടുത്തോ. അതുപോലത്തെ ഒരു നല്ലൊരു പെർഫോമൻസ് കിട്ടുന്ന കാർഡാണിത്. അതുപോലെ തന്നെ അഥവാ നിങ്ങളുടെ കയ്യിൽ നിന്നൊരു പന്ത് പോയി കഴിഞ്ഞാൽ അത് മറ്റു പ്ലെയർ എടുത്തു കഴിഞ്ഞാൽ ഓടിപ്പിടിക്കൽ വളരെ ടാസ്ക് ആയിരിക്കും. ഓവറോൾ ഈ കാർഡിനുള്ള രണ്ട് നെഗറ്റീവുകൾ വളരെ സ്പീഡ് കുറഞ്ഞൊരു സെൻറ്റർ ബാക്ക് ആയിരിക്കും. അതുപോലെ ഒരു ഡിഫൻഡർക്ക് വേണ്ട സ്കില്ലല്ല കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി. നിങ്ങളൊരു റയൽ ഫാൻ ആണെങ്കിൽ ഈ പ്ലെയറെ കളിപ്പിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ എടുത്തോ. ഈ രണ്ട് നെഗറ്റീവുകൾ മാത്രമാണ് ഈ പ്ലെയറെ കുറിച്ച് പറയാനുള്ളത്. ഇത് കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾ എടുത്തോ. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് 34 വയസ്സുള്ള കെവിൻ ഡി ബ്രൂയ്നയുടെ കാർഡാണ്. ഡി ബ്രൂയ്നയുടെ ഒരു ക്രിയേറ്റീവ് പ്ലേ മേക്കർ കാർഡാണ്. ഇപ്പോൾ വളരെ നല്ല കാർഡാണ്, വേറെ കുറ്റങ്ങളൊന്നും പറയാനില്ല. നല്ല കിക്കിംഗ് പവറും അത്യാവശ്യം നല്ല പാസിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു പെർഫെക്റ്റ് ക്രിയേറ്റീവ് പ്ലേ മേക്കറായ ഒരു കാർഡാണിത്. നിങ്ങൾക്കൊരു നല്ല മിഡ്ഫീൽഡർ ഇല്ലെങ്കിൽ എന്തായാലും എടുത്തോ. വിഷണറി പാസ് എന്ന ഒരു സ്കില്ലുണ്ട്. അപ്പോൾ നിങ്ങൾ മിഡ്ഫീൽഡിൽ നിന്ന് പാസ് കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഈ ഒരു മിഡ്ഫീൽഡർ എടുത്തോ. ഡി ബ്രൂയ്നെ ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. ഇനി അടുത്ത കാർഡായ റാഷ്ഫോർഡിലേക്ക് വരികയാണെങ്കിൽ റാഷ്ഫോർഡിന് മൊമെൻറ്റം ഡ്രിബിളിംഗ് എന്ന സ്കില്ലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ഡ്രിബിൾ ചെയ്ത് കളിപ്പിക്കുന്നവർ കളിപ്പിക്കാൻ പറ്റിയൊരു കാർഡാണ്. നല്ല കിക്കിംഗ് പവറുണ്ട്. നമ്മൾ ഗെയിം പ്ലേ ഒക്കെ ഉണ്ടായപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കോളുകൾ നേടുന്നുമുണ്ട്. ഫ്രീ കാർഡ് എന്ന രീതിയിൽ ഈ 3 കാർഡും വെറുത്താണ്. അപ്പോൾ അതിനുള്ള കളി നോക്കിയാൽ മതി. അപ്പം നമ്മൾ എന്തായാലും ഇന്നൊരു പ്ലെയറെ സെലക്ട് ചെയ്യാണ്. അപ്പോൾ എന്തായാലും എനിക്കൊരു സെൻറ്റർ ഫോർവേഡിന് ആവശ്യമുണ്ട്. ലെഫ്റ്റ് വിങ്ങിലും കളിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ നേരെ റാഷ്ഫോർഡിലേക്ക് പോവാണ്. ഇപ്പോൾ റാഷ്ഫോർഡിനെ നമ്മൾ സൈൻ ചെയ്തു. എനിക്കിപ്പോൾ എന്തായാലും ലെഫ്റ്റ് വിങ്ങിൽ കളിപ്പിക്കാൻ ഒരാൾ ആവശ്യമുണ്ട്. അതിന് പുറമെ നമ്മുടെ നെയ്മർ ഉണ്ടായിരുന്നു MSN-ൽ. ആ നെയ്മർ എൻ്റെ പഴയ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു. മൊമെൻറ്റം ഡ്രിബിളിംഗ് ഇല്ലെങ്കിലും അത്യാവശ്യം കട്ട് ചെയ്ത് കയറി കളിക്കാൻ, ഷൂട്ട് അടിക്കണം. അതേ മോഡൽ എനിക്ക് റാഷ്ഫോർഡിന് തോന്നിയത്. അപ്പോൾ നിങ്ങൾ ആരെടുക്കണമെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തോ. അപ്പോൾ ഇന്ന് എടുക്കാൻ മറക്കണ്ട, ഇന്നും കൂടി ഉള്ളൂ. അപ്പോൾ റാഷ്ഫോർഡിനെ കളിപ്പിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ട് പെർഫോമൻസ് എന്ന് നോക്കിയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ഗായ്സ്.